നമസ്കാരം. അപ്പോൾ പേജ് 11-ലും 10-ും 11-ലെ പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജായ പേജ് 14-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൈസ് ഓഫ് 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നത് പേജ് നമ്പർ 14 ആണ്. ഓർമ്മ വയ്ക്കുക, സ്റ്റാൻഡേർഡ് 9 ന്യൂ സിലബസ് അനുസരിച്ചുള്ളതാണ് പേജ് 14. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രൈസ് ഓഫ് 4 പെൻ. അപ്പൊ ഇതിൽ 2 ഐറ്റംസ് ഉണ്ട്, പെന്നും ഉണ്ട് പെൻസിലും ഉണ്ട്. അപ്പൊ നമുക്ക് പെന്നിന് ഒരു പെന്നിന്റെ എക്സ് റുപ്പീസ് കൊടുക്കാം, പെൻസിലിന്റെ ഒരു പെൻസിലിന് y റുപ്പീസ് കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. വേരിയബിൾസ് 2 വേരിയബിൾസ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം. ലെറ്റ് പ്രൈസ് ഓഫ് എ പെൻ, ഇതേപോലെ എക്സും വൈ ആണ് സാധാരണ കൊടുക്കാറുള്ളത്. പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു എക്സ് റുപ്പീസ്. എക്സ് എന്ന് മാത്രം ഇപ്പൊ ഇവിടെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ സെയിം പ്രൈസ് ഓഫ് എ പെൻസിൽ എക്സും വൈയും കൊടുക്കുക. ഇതിന് 2 വേരിയബിൾസ് എന്നാണ് പറയുക. വൈ എടുത്തു കഴിഞ്ഞു, പകുതി വർക്ക് കഴിഞ്ഞു. നമ്മൾ എക്സും വൈയും എടുത്തു കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയേ വേണ്ടു. ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഓഫ് 4 പെൻ, എക്സ് 4 ആണ്. അപ്പൊ നമുക്ക് ഒരു പെന്നിന്റെ എക്സ് ആണെങ്കിൽ 4 പെന്നിന്റെ എത്രയായിരിക്കും? 4x ആൻഡ് 3 പെൻസിൽ, ഒരു പെൻസിലിന്റെ y റുപ്പീസ് ആണെങ്കിൽ 3 പെൻസിലിന്റെ എത്രയായിരിക്കും? 3 × y. 4x പ്ലസ് രണ്ടും കൂടി കൂട്ടിയ 3, ഒരു പെൻസിലിന് y, അപ്പൊ 3 പെൻസിലിന് 3y. അതേപോലെ ഒരു പെന്നിന് x, 4 പെന്നിന് 4x. അപ്പൊ കൂടിയിട്ട് തന്നിട്ടുണ്ട് അവര് 66 റുപ്പീസ്. 4x, ഒരു പെന്നിന് x, അങ്ങനെയുള്ള 4 പെൻ, അപ്പൊ 4x പ്ലസ് ഒരു പെൻസിലിന് y, അങ്ങനെയുള്ള 3 പെൻസില് 3y ഈക്വൽ ടു 66 റുപ്പീസ്. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ശ്രദ്ധിച്ചു വായിക്കുക. മാറിപ്പോയത് ഇട്ട് വരുമ്പോ പെന്നിന് x, പെൻസിലിന് y തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. പ്രൈസ് ഓഫ് 7 പെൻ, ഒരു പെന്നിന് x ആണ്, അപ്പൊ 7 പെന്നിന് എത്രയായിരിക്കും? 7x നമുക്കറിയാം. പ്ലസ് പിന്നെ ആൻഡ് 3 പെൻസിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, അപ്പൊ മാറ്റണ്ട. ഒരു പെൻസിലിന് y ആണെങ്കിൽ 3 പെൻസിലിന് എത്രയാണ്? 3y. അപ്പൊ മുകളിലത്തെ y തന്നെയാണ് 3y. ഇങ്ങനെയുള്ള ആണെങ്കിൽ വളരെയധികം എളുപ്പമാണ്, കുറയ്ക്കേ വേണ്ടു, നമുക്ക് എക്സിൽ കിട്ടും. 3y ഈക്വൽ ടു തന്നിരിക്കുന്നത് എന്താണ്? 111 റുപ്പീസ്. ഇക്വേഷൻ 2y. ഇനി എന്താ വേണ്ടേ? 3y നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 3y മൈനസ് 3y പോയാൽ 0 ആയി, പിന്നെ എക്സിൽ മാത്രം നമുക്ക് കിട്ടും. അപ്പൊ 2 - 1 എടുക്കാം, കാരണം 2 ആണല്ലോ വലുത്, 111 ആണല്ലോ വലുത്. അപ്പൊ 2 - 1 ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എല്ലതും കുറയ്ക്കണം കേട്ടോ, ഈ നമ്പറും കുറയ്ക്കേണ്ടി വരും. 7x - 4x 3x കിട്ടി. പ്ലസ് 3y - 3y എത്രയാ? 0 കിട്ടി. ഈക്വൽ ടു 111 - 66. കുറച്ച് നോക്കാം. 111 - 66. 1 ന്ന് 6 പോരില്ല. ചില കുട്ടികൾ നേരിട്ട് 5 എഴുതി വെക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 ന്ന് 6 വരില്ല, അപ്പൊ കട എടുക്കണം. 1 എത്രയാവും? 0 ആവും. അപ്പൊ ഈ 111 ആവും. 0 ന്ന് അഗെയിൻ 6 വരില്ല, അപ്പൊ നമുക്ക് ഈ 1 വെട്ടി 0 ആക്കാം. 0 എന്നുള്ളത് 10 ആക്കാം. ഇനി കുറച്ച് നോക്കിക്കോളൂ. 11 ന്ന് 6 5, 10 ന്ന് 6 4, 45 കിട്ടി. അതായത് 3 × x ആണ് 45. അങ്ങനെയാണ് x എത്രയാണ്? 3 × x ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 45. അപ്പൊ എക്സ് എത്രയാ? ഇവിടെ ഇൻറ്റു ആയിട്ടിരിക്കുന്ന ആളെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 45/3 50. അപ്പൊ നമുക്ക് കിട്ടി പ്രൈസ് ഓഫ് പെൻ എത്ര കിട്ടി? എക്സ് കിട്ടിയിരിക്കുന്നു. പ്രൈസ് ഓഫ് പെൻ എത്ര കിട്ടി? ₹15.
ഇനി എങ്ങനെ പെൻസിലിന്റെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതാ സിമ്പിൾ ഇക്വേഷൻ അതെടുത്തോളുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിന്റെ വാല്യൂ 15 എന്നുള്ളത്. അപ്പൊ നമുക്ക് പെൻസിലിന്റെ പ്രൈസ് കിട്ടും. 4 ഇൻറ്റു എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു എക്സ്, എക്സിന്റെ വാല്യൂ 15 ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു 15 പ്ലസ് 3y അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈക്വൽ ടു 66. 4 ഇൻറ്റു 15 എത്രയാണ്? 15 4 എത്രയാണ്? 60. അപ്പോൾ 60 പ്ലസ് 3y ആണ് 66. അപ്പോൾ 3y മാത്രം മതി നമുക്ക്. 66 മൈനസ് 60 അതറിയാം. 6 ആണ്. 3 ഇൻറ്റു y ആണ് 6. 3 ഇൻറ്റു y ആണ് നമുക്ക് 6 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ y എത്രയാണ്? 6 ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ആയിട്ടുള്ള ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഡിവൈഡ് 2. അപ്പൊ നമുക്ക് കിട്ടി പ്രൈസ് ഓഫ് പെൻസിൽ. എത്ര കിട്ടി? പ്രൈസ് ഓഫ് പെൻസിൽ ഈസ് ഈക്വൽ ടു ₹2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ₹2 ആൻഡ് പെന്നിന്റെ ₹50. ഇത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 4 ഇൻറ്റു 15 ഇടുക 60 പ്ലസ് 3 ഇൻറ്റു 2 6. 60 പ്ലസ് 6 66 ആണ്. അത് ശരിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത് രണ്ടിലും ഇട്ട് കഴിഞ്ഞാലും ശരിക്കുള്ള 66ഉം 111 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. പേജ് നമ്പർ 14 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The perimeter of a rectangle is 26 cm. Another rectangle with twice the length and thrice the breadth has perimeter 62 cm. What are the length and breadth of the first rectangle? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്? റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? പെരിമീറ്റർ 26 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാലോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 ഇൻറ്റു ലെന്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു പെരിമീറ്റർ. ഇവിടെ ലെന്ത് ബ്രെഡ്ത്തിന് നമുക്ക് എക്സ് വൈ ഇട്ട് കൊടുക്കാം. എല്ലും ബിക്കും പകരം നമുക്ക് ലെന്ത് എക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ബ്രെഡ്ത്ത് എന്തിട്ട് കൊടുക്കാം? വൈ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായിരിക്കും പെരിമീറ്റർ? 2 ഇൻറ്റു ലെന്ത് പ്ലസ് ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് പെരിമീറ്ററിന്റെ ഫോർമുല എഴുതാം. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ സമം റെക്ടാങ്കിളിന് ഇങ്ങനെ എഴുതാം ഈക്വൽ ടു 2 ഇൻറ്റു ലെന്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ നമ്മള് ലെന്ത് ലെറ്റ് എൽ ബി എക്സ് ബി ദ ലെന്ത് അങ്ങനെ എടുക്കാം. എക്സ് ബി ലെന്ത് ഓഫ് റെക്ടാങ്കിൾ. ഇവിടെ 2 റെക്ടാങ്കിൾ ഉണ്ട്. അതില് എക്സ് ആണ് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെന്ത്. എക്സ് ബി ദ ലെന്ത് ഓഫ് റെക്ടാങ്കിൾ 1 ആൻഡ് ഇതേപോലെ തന്നെ ലെറ്റ് വൈ ബി ദ ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ അങ്ങനെ കൊടുക്കാം. എൽ ബി ഇട്ടാലും കിട്ടും. പക്ഷെ നമ്മൾ എക്സും വൈ ആണ് സാധാരണ കൊടുക്കണം. എക്സ് ബി ദ ലെന്ത് ഓഫ് റെക്ടാങ്കിൾ ആൻഡ് വൈ ബി ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ. ഇപ്പൊ നമ്മുടെ പകുതിയായി. ഇനി എന്താ ഇവിടെ തന്നിട്ടുണ്ട്? പെരിമീറ്റർ 26 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു എന്താണ് തന്നിരിക്കുന്നത്? ലെന്തിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? ലെന്ത് നമ്മൾ എക്സ് ആണെന്ന് വെച്ചു. ലെന്ത് എക്സ്. അപ്പൊ എക്സ് പ്ലസ് ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് നമ്മൾ വൈ കൊടുക്കാം. ലെന്ത് എക്സ് ബ്രെഡ്ത്ത് വൈ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 26 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. ഇതിനെ പുറത്തേക്ക് എടുക്കുക. ഈ 2 കോമൺ ആണ്, രണ്ടിലും ഉണ്ട്. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ എത്രയാണ്? 2y. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ്. രണ്ടിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യം എക്സും 2 പ്രാവശ്യം വൈയും വരുന്ന കാരണമാണ് പെരിമീറ്ററിൽ 2 ഉള്ളത്. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 2x പ്ലസ് 2y. അത് എടുക്കാൻ മറക്കരുത്. ഈക്വൽ ടു 26. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി വേറൊരു റെക്ടാങ്കിളും കൂടി ഉണ്ട്. അതിന്റെ പ്രത്യേകത നോക്കൂ. ട്വൈസ് അനദർ റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതേപോലെ അനദർ റെക്ടാങ്കിളിന്റെ കാര്യം അവർ പറയുന്നുണ്ട്. അനദർ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെന്ത്. എക്സ് ട്വൈസ് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് 2 ഇൻറ്റു എക്സ്.
ട്വൈസ് ദ ലെന്ത്, അതായത് ട്വൈസ് പറഞ്ഞാൽ 2 into x ഇവിടെ എഴുതാം, ലെന്തിന് 2x എഴുതും. ഇട്ടൂടെ? ഇനി ബ്രെഡ്ത്ത് ത്രൈസ് ദ ബ്രെഡ്ത്ത്. ത്രൈസ് പറഞ്ഞാൽ എന്താണ്? 3 times. അപ്പൊ നമുക്ക് ഈ വൈന് എന്തിട്ട് കൊടുക്കണം? 3y ഇവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ 3y ഇട്ട് കൊടുക്കണം. ത്രൈസ് പറഞ്ഞാൽ ഓർമ്മ വേണം, ത്രൈസ് പറഞ്ഞാൽ 3 times, ട്വൈസ് പറഞ്ഞാൽ 2 times. അപ്പൊ നമ്മള് ഇവിടെ സെക്കൻഡ് അനദർ റെക്ടാംഗിൾ ട്വൈസ് ദ ലെന്ത് പറഞ്ഞ കാരണം 2x ഇട്ടു, ത്രൈസ് ദ ലെന്ത് പറഞ്ഞ കാരണം 3y ഇട്ടു. അതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 62 cm. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 into l plus b യുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? 2 into l എത്രയാ? ഇതിന്റെ ലെന്ത് എത്രയാ? 2x. അത് തന്നെ 2x പ്ലസ് ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാ? 3y. അങ്ങനെയാണ് 3y സമം തന്നിരിക്കുന്ന 62 എന്ന് തന്നിട്ടുണ്ട്. ഇത് ചെയ്യാം. ഇവിടെ 2x ആണെന്ന് ശ്രദ്ധിക്കൂ. ഇക്വേഷൻ 1 2x ആണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2x അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ 2നെ നമുക്ക് ഇൻറ്റു 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോ 2x പ്ലസ് 3y എന്താണ്? 62 ഡിവൈഡ് ബൈ 2. ഇൻറ്റു ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവൈഡ് ബൈ 2, അതായത് 31. അപ്പൊ ഇക്വേഷൻ 2 രണ്ടിലും 2x ഉണ്ട്, ഇവിടെയും 2x ഉണ്ട്. ഇക്വേഷൻ 1 2x plus 2y 26, ഇക്വേഷൻ 2 2x plus 3y equal to 31. രണ്ട് ഇക്വേഷൻ കിട്ടി. 2x 2x. അപ്പൊ എന്ത് ചെയ്യണം? 2 minus 1 ചെയ്താൽ മതി. 2 minus ഇക്വേഷൻ 2 minus ഇക്വേഷൻ 1, 2x minus 2x. നമുക്ക് ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇക്വേഷൻ 1 ഒരു പ്രാവശ്യം കൂടി എഴുതാം. 2x plus 2y equal to 26. 2x plus 3y equal to 31. 62 by 2 equal to 31. ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇത് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ എന്ത് എഴുതാം? 31 അടുത്ത് തന്നെ എഴുതാം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുറയ്ക്കാം. 2x minus 2x 0 plus 3y minus 2y എത്രയാണ്? y equal to 31 minus 26. കുറയ്ക്കാം. 31 minus 26. 1 ന് 6 പോരില്ല. 3 2 ആക്കാം, 1 11 ആക്കാം. എത്രയായി? 5. 31 minus 26 5. y equal to 5 കിട്ടി. അതായത് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ. അവർ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് റെക്ടാംഗിൾ ആണ്. സെക്കൻഡ് റെക്ടാംഗിൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാട്ടോ. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ആയതുകൊണ്ട് ഈ y എടുത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് 3y കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ 1 ഈസ് ഈക്വൽ ടു 5 cm. ഇനി ഈ yന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ മതി. 2x plus 2y equal to 26. Putting y is equal to 5 on equation 1. 2 into x, 2x ന് ചേഞ്ച് ഒന്നുമില്ല, പ്ലസ് 2 into y യുടെ വാല്യൂ എത്ര കിട്ടിയ? 5. 2 into 5 is equal to 26. 2x plus 10 equal to 26. അപ്പൊ 2x എത്രയാണ്? 26 minus 10, that is 16. 2 into x ആണ് 16. അപ്പൊ x എങ്ങനെ കണ്ടുപിടിക്കാം? x equal to ഇവിടെ ഇൻറ്റു ആയിട്ടാണ്. അപ്പൊ 6 ഡിവൈഡ് ചെയ്താൽ മതി. 16 by 2 equal to 8. അപ്പൊ നമുക്ക് x കിട്ടി, ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ലെന്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം ലെന്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ ഈക്വൽ ടു റെക്ടാംഗിൾ 1 is equal to 8 cm. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, ലെന്തും ബ്രെഡ്ത്തും കിട്ടി. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് 5 5 10 ആയി. അതുപോലെ x 8 8 16 ആയി. 16ഉം 10ഉം 26. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 26 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലുള്ള ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പേജ് 15ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The price of 2 kg of orange and 3 kg of apple is rupees 520. The price of 3 kg of orange and 2 kg of apple is rupees 480. What is price of each? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2 kg ഓറഞ്ച് 3 kg ആപ്പിൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പെൻസിലും പേനയും അതിനൊക്കെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 kg ഓറഞ്ചിനും 1 kg ആപ്പിളിനും ഇന്ന x y എന്ന് കൊടുക്കാം.
അപ്പൊ അത് ആൻസറിലേക്ക് പോവാം. നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? ഇവിടെ ഓറഞ്ചും ആപ്പിളും ആണ്. അപ്പൊ എങ്ങനെ കൊടുക്കാം? ലെറ്റ് എക്സ് ബി, എക്സ് വൈ ആണ് സാധാരണ കൊടുക്കാറ്. എക്സ് ബി ദ പ്രൈസ് ഓഫ് 1 kilogram ഓറഞ്ച്. അപ്പോ എക്സ് ഓറഞ്ചിന് കൊടുത്തു. അപ്പൊ നമുക്ക് ആപ്പിളിന് എന്ത് കൊടുക്കാം? വൈ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ സെയിം വൈ ബി പ്രൈസ് ഓഫ് 1 kilogram ആപ്പിൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി എളുപ്പമായി. എക്സ് വൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം എളുപ്പമായി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 kilogram ഓറഞ്ച്. 1 kilogram എക്സ് ആണെങ്കിൽ 2 kilogramന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇൻറ്റു 2 എടുത്താൽ പോരെ. അപ്പൊ 1 kilogram എക്സ് 2 kilogramന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 ഇൻറ്റു എക്സ് 2 kilogramന് 2x പ്ലസ് പിന്നെ ഒന്നും കൂടി ഉണ്ട് 3 kilogram ആപ്പിൾ. 1 kilogram ആപ്പിളിന് y. അങ്ങനെയാണെങ്കിൽ 3 kilogram ആപ്പിളിന് എന്തായിരിക്കും? 3 ഇൻറ്റു y, അതായത് 3y ഈക്വൽ ടു തന്നിട്ടുണ്ട് പ്രൈസ്, ടോട്ടൽ പ്രൈസ് 520 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആക്കിയിട്ട് കൊടുക്കാം. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഓഫ് 3 kilogram ഓറഞ്ച്. 1 kilogram ഓറഞ്ചിന് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 kilogram ഓറഞ്ചിന് എത്ര കൊടുക്കാം? 3 ഇൻറ്റു എക്സ്, അതായത് 3x കൊടുക്കാം. പ്ലസ് 1 kilogram ആപ്പിളിന് y ആണ്. അങ്ങനെയാണെങ്കിൽ 2 kilogram ആപ്പിളിന്റെ പ്രൈസ് എത്രയായിരിക്കും? 2 ഇൻറ്റു y, അതായത് 2y ഈക്വൽ ടു തന്നിട്ടുണ്ട് 480 rupees. അപ്പൊ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2x ആണ്, ഇവിടെ 3x ആണ്, രണ്ടും സെയിം അല്ല. ഇവിടെ നോക്കിയാൽ 3y ആണ്, 2y ആണ്, രണ്ടും സെയിം അല്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും. അതേപോലെ ഈ 2നെ ഇതിലെ 3 കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഈ ഇക്വേഷന് 3x കിടക്കുന്ന കാരണം 3xനെ 2 കൊണ്ട്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കുക. മനസ്സിലായോ? ഇവിടെ 2നെ 1 ആക്കണം. 6ലേക്ക് ആക്കിയാൽ ഈക്വൽ ആവും രണ്ടും. അപ്പൊ 2നെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം, 3നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഇത് രണ്ടും സെയിം ആയാൽ നമുക്ക് പിന്നെ മൈനസ് ചെയ്ത് ഒറ്റ വേരിയബിളിൽ കിട്ടിയാൽ പിന്നെ എളുപ്പമായി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ ബൈ 3. എല്ലാതും മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മറന്നുപോയത് മൾട്ടിപ്ലൈ ചെയ്യാൻ. എല്ലായിടും 2x ഇൻറ്റു 3 എത്രയായി? ഇക്വേഷൻ 1 ആണ് കേട്ടോ. 2x ഇൻറ്റു 3 6x ആയി. പ്ലസ് 3y ഇൻറ്റു 3 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ്. 3 ഇൻറ്റു 3 9y സമം 520 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 520 മൾട്ടിപ്ലൈ ബൈ 3. ഇത് മറന്നു പോയത്. 0 0 3 6 3 15 1560 കിട്ടി. പുതിയ ഇക്വേഷൻ 3 ആയത്. ഇതേപോലെ തന്നെ ഇവിടെ കിടക്കുന്ന 3xനെ നമുക്ക് 6x ആക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട്. ഇക്വേഷൻ 2 കംപ്ലീറ്റ്ലി ഗുണിക്കാൻ 2 കൊണ്ട് ഗുണിക്കുക. ഇക്വേഷൻ 2 ഇൻറ്റു 2. അപ്പോൾ 3x ഇൻറ്റു 2 എത്രയാ? 6x പ്ലസ് 2y ഇൻറ്റു 2 എത്രയാ? 4y സമം 480 ഇൻറ്റു 2. നമുക്ക് നോക്കാം. 480 ഇൻറ്റു 2 എത്രയാണ്? 0 0 8 16 1 24 8 960. അപ്പൊ നമുക്ക് അടിയിൽ ശരിക്കും എഴുതി കഴിഞ്ഞാൽ കുറയ്ക്കാനും എളുപ്പമുണ്ട്. ഇതേ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കുറയ്ക്കും. ഇക്വേഷൻ 4. 4ൽ നിന്ന് 3 കുറയ്ക്കണോ? 3ൽ നിന്ന് 1 കുറയ്ക്കോ? ഏതാ ചെയ്യേണ്ടത്? നമ്മള് വലിയ നമ്പർ 9y ആണ്. മോളിൽ ഇവിടെ 1560 ആണ്. അപ്പൊ നമുക്കറിയാം 3ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 4 കുറയ്ക്കാം. അപ്പൊ എങ്ങനെയാവും? 6x ന്ന് 6x പോയാൽ 0x 0 പ്ലസ് 9y ന്ന് 4y പോയാൽ 5y സമം. ഇതിൽ നിന്ന് നമുക്ക് 0 ന്ന് 0 പോയാൽ 0, 6 ന്ന് 6 പോവും 0, 5 ന്ന് 9 പോരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1 0 ആക്കിയിട്ട് ഇവിടെ 15 ആക്കാം. 15 മൈനസ് 9 എത്രയാ? 6. അപ്പോൾ 600 കിട്ടി. 5 ഇൻറ്റു y ആണ് 600. അപ്പോൾ y എങ്ങനെ കിട്ടും? 600 ഡിവൈഡ് ബൈ 5 എത്രയായി? 6 ഡിവൈഡ് ചെയ്യാം. 600 ഡിവൈഡ് ബൈ 5. 1 5s are 5, 10, 2 5s are 10. മോളിൽ നിന്ന് താഴത്തേക്കാണ് 0. ചില കുട്ടികൾക്ക് ഈ തെറ്റ് വരാറുണ്ട്. മോളിൽ നിന്ന് നമ്മൾ ഒരാളെ താഴത്തേക്ക് എഴുതിയാൽ ഗവനിക്കണം.
അല്ലെങ്കിൽ ഈ ആൻസർ തെറ്റും. 0 മുകളിൽ നിന്നാണ് നമ്മൾ 0 എഴുതിയേക്കണത്. അപ്പോൾ എല്ലാ ടേബിളിലും എന്തുണ്ട്? 5 × 0 0 എന്നുണ്ട്. ഇത് നമ്മൾ എടുക്കണം. 0 0 × 5 0 മൈനസ് ചെയ്താൽ 0. അപ്പോൾ ആൻസർ കിട്ടി 120. 120 ബൈ എന്താണ്? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ നമുക്ക് കിട്ടി. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ആപ്പിൾ ഈസ് ഈക്വൽ ടു ₹120. ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് എക്സ് എങ്ങനെ എടുക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ മതി. വാല്യൂ വൈൻ്റെ വാല്യൂ പുട്ട് ചെയ്താൽ മതി. 2x അതിൽ തന്നെ പുട്ട് ചെയ്യാം. പുട്ടിങ് വാല്യൂ, പുട്ടിങ് y ഈക്വൽ ടു 120 ഓൺ ഇക്വേഷൻ 1. 2x അങ്ങനെ തന്നെ ഇരിക്കും. പ്ലസ് 3 × 120 അങ്ങനെ തന്നെ എഴുതാം. 3 × 120 ഈസ് ഈക്വൽ ടു 520. അപ്പോൾ 2x നമുക്ക് 120 × 3 എത്രയാണ്? 12 3s are 36. അപ്പോൾ 360. 2x plus 360 is equal to 520. അപ്പോൾ 2x എത്രയാണ്? 520 മൈനസ് 360. ഈ പ്ലസ് 360 ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി. 520യിൽ നിന്നും 360 പോയാൽ എത്രയാണ്? 0 ൽ നിന്ന് 0 0 2ൽ നിന്ന് 6 വരില്ല. അപ്പൊ എന്ത് ചെയ്യാം? കട എടുക്കുക. ഇത് 4 ആയി, ഇത് 12 ആയി. 12ൽ നിന്ന് 6 പോയാൽ 6, 4ൽ നിന്ന് 3 പോയാൽ 1. 160 കിട്ടി. അതായത് 2 × x ആണ് 160. നമുക്ക് x മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ 160യെ ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഇൻറ്റു ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ടു 80. 160 ഡിവൈഡ് ബൈ 2 80. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 അല്ലേ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എഴുതി. അപ്പോ എക്സ് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച്. അതായത് പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് ഈസ് ഈക്വൽ ടു ₹80. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഓറഞ്ചിന്റെ 80 റുപ്പീസും ആപ്പിളിന്റെ 120 റുപ്പീസും. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷനിൽ ഏതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് പുട്ട് ചെയ്യാം. 2 × x നമുക്ക് ഇത് പുട്ട് ചെയ്ത് നോക്കാം. 2 × x എത്രയാണ് കിട്ടിയത്? 80 അല്ലേ കിട്ടിയത്? 80 പ്ലസ് 3 × y. 3 × y എത്രയാണ് കിട്ടിയത്? 120. എത്രയാണ്? 2 × 80 160 പ്ലസ് 3 × 120 360. That is 0 0 6 plus 6 12 1 plus 3 4 plus 1 5. 520 തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? അപ്പൊ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ഉറപ്പിക്കാം ഇത്ര മാർക്ക് എക്സാമിന് ഈ മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 15 തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ.